ആയിക്കട്ടെ, ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻ സോൺ വഴി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുമോളെയാണ്. അനുമോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്നും അത് തയ്യാറാക്കാൻ ആവശ്യമുള്ള നിലവിൽ വീടിനുള്ളിൽ ഇല്ലാത്ത ചേരുവകൾ എന്തൊക്കെയാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുക. ഒന്നുകൂടെ വായിക്കണോ? ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻ സോൺ വഴി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുമോളെയാണ്. അനുമോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്നും അത് തയ്യാറാക്കാൻ ആവശ്യമുള്ള നിലവിൽ വീടിനുള്ളിൽ ഇല്ലാത്ത ചേരുവകൾ എന്തൊക്കെയാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുക. സ്പെഷ്യൽ ഓണ വിഭവം ഉണ്ടാക്കാം. ഏത് പായസം? ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻ സോൺ വഴി പ്രേക്ഷകർ തെരഞ്ഞെടുത്തത് അനുമോളെയാണ്. അനുമോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്നും അത് തയ്യാറാക്കാൻ ആവശ്യമുള്ള നിലവിൽ വീടിനുള്ളിൽ ഇല്ലാത്ത ചേരുവകൾ എന്തൊക്കെയാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുക. എന്നിട്ട് നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് കടലപ്പായസം. കടലപ്പായസം ഇഷ്ടം. അത് ശർക്കരയൊക്കെ ഉരുക്കി അങ്ങനെ ചെയ്യണം. ആവശ്യമുള്ളത് പറ. ആവശ്യമുള്ളത് എല്ലാവർക്കും ഇഷ്ടം പായസം ഇല്ലേ? നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ എനിക്ക് എന്തായാലും കുഴപ്പമില്ല. സെറ്റാത് നല്ലത്. എല്ലാവർക്കും അഭിപ്രായമൊന്നുമല്ല. നീ വെച്ച് കൊടുക്കുന്ന ഏറ്റവും ഫേവറേറ്റ് സാധനം പായസം. എല്ലാവർക്കും ഇഷ്ടമാണ്. അത് പറ. അതായിരിക്കും ബെറ്റർ. നല്ല നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലപോലെ ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ഉള്ള സാധനം പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പായസം മതിയോ? മതി. മധുരാണ്. പായസം മതിയാ? സെറ്റ്. അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക, ഉറപ്പാണ്. ഞാൻ പറയട്ടെ. ഹായ്. ആദ്യം തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ എന്നെ തിരഞ്ഞെടുത്ത എല്ലാ ഓഡിയൻസിനും എൻ്റെ എന്താ പറയുക ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവർക്ക് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇഷ്ടം പായസമാണ്. അപ്പോൾ എനിക്ക് പായസം ഉണ്ടാക്കാനാണ് കുറച്ചും കൂടുതൽ ഇഷ്ടം. അപ്പം പായസമൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കുമല്ലേ, ഇഷ്ടംപടി കഴിക്കും. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പം സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് കറി അങ്ങനെ ഒരുപാട് വേണം. അപ്പം അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പം അതിനെല്ലാവരും കാത്തിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. അപ്പം പായസം ഏത് പായസത്തിനും കുഴപ്പമില്ല. ഏത് പായസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏത് പായസായാലും കുഴപ്പമില്ല. താങ്ക് യു. പരിധിയാണ് എല്ലാ